നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ 70% ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? പലരും വിചാരിക്കുന്നത് അത് രക്തത്തിലാണ്, അല്ല രക്താണുക്കളാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നാണ്. ശരിയാണ്. പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു 70%ഉം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഗട്ടിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടലിലാണ്. ആ കുടലിലൊരു ഇംബാലൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം ശരിയല്ലാതെ വരുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും അത് ബാധിക്കും. അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ന്യൂട്രിയൻസിൻ്റെ അബ്സോർഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, അതുപോലെ തന്നെ നമ്മളുടെ കുടലിലേക്ക് വരുന്ന പലതരത്തിലുള്ള ടോക്സിൻസും ബാക്ടീരിയസും വൈറസസും പോലെയുള്ളത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് വരുന്ന കോണ്ടാക്റ്റ് കാരണമാകാം. നമ്മളുടെ ഗട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാക്കിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം റിക്കവറി പ്രോഗ്രാം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ റിക്കവറി പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗട്ട് ഹീലിംഗ് പ്രോട്ടോകോൾസിനാണ്. അതായത് ആദ്യം ഗട്ടിനെ ശരിയാക്കൂ, അല്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ വയറിൻ്റെ ആരോഗ്യം ശരിയാക്കൂ. അപ്പോൾ നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബാലൻസിലേക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കും.